മാക്സ് പ്ലാങ്ക് അങ്ങനെ എനർജിയെ ക്വാണ്ടൈസ് ചെയ്ത രീതിയിലാണ് കാണപ്പെടുന്നത് എന്നാണ് അന്ന് ഒബ്സർവ് ചെയ്തത്. അങ്ങനെ ക്വാണ്ടം, അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ക്വാണ്ട, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ന്യൂ അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ന്യൂ, 1h nu 2h nu 3h nu എന്നിങ്ങനെയാണ് മാക്സ് പ്ലാങ്ക് പറയുന്നത്. ഇതാണ് മാക്സ് പ്ലാങ്കിന്റെ തിയറി. അത് മാറ്ററും റേഡിയേഷനും കൂടി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഈ റേഡിയേഷൻ ഇങ്ങനെ വേവ് നേച്ചർ അല്ല, മറിച്ച് ഒരു കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ നേച്ചർ ആണ് കാണപ്പെടുന്നത് എന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. അതായത് ഡിസ്ക്രീറ്റ് എമൗണ്ട് എന്നൊക്കെ പറയുന്നത് അത് പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ, അല്ലാതെ കണ്ടിന്യൂസ് വേവിൽ എന്താണ് ഡിസ്ക്രീറ്റ് എമൗണ്ട് നമുക്കത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മാറ്ററും റേഡിയേഷനും കൂടി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ അതിനൊരു പാർട്ടിക്കിൾ നേച്ചർ ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് എനർജി എന്ന ഒബ്സർവേഷൻ മാക്സ് പ്ലാങ്ക് നടത്തി. മാക്സ് പ്ലാങ്ക് ഈ ഡിസ്കവറി ചെയ്യുന്നതിനും 13 വർഷങ്ങൾക്ക് മുമ്പ് 1887 ഹെൻറിക് റുഡോൾഫ് ഹെർട്സ് എന്ന സയന്റിസ്റ്റ് അദ്ദേഹം പുതിയ ഒരു ഒബ്സർവേഷൻ കണ്ടെത്തിയിരുന്നു. അത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഹെർട്സ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മെറ്റൽ പ്ലേറ്റ് എടുത്തു, എന്നിട്ട് അതിലേക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഹിറ്റ് ചെയ്യിപ്പിച്ചു. ഒരു ഡിറ്റക്ടറും അദ്ദേഹം കരുതിയിട്ടുണ്ടായിരുന്നു. ഹിറ്റ് ചെയ്യിപ്പിച്ച ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ ഹിറ്റ് ചെയ്യിപ്പിച്ച ആ മൊമെന്റിൽ തന്നെ അദ്ദേഹത്തിന്റെ ഡിറ്റക്ടറിൽ ചില സ്പോട്ടുകൾ വന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അത് ഇലക്ട്രോൺസുകളാണെന്ന് പിന്നീട് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അതിന് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു മെറ്റൽ പ്ലേറ്റിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് റേഡിയേഷനും കൊണ്ട് ഹിറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ റിജക്ട് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്തു. ഈ മെറ്റൽ പ്ലേറ്റ് മാറ്റി അദ്ദേഹം പൊട്ടാസ്യം മെറ്റൽ എടുത്തു, എന്നിട്ട് ഒരു റെഡ് ലൈറ്റ് കൊണ്ട് ഇതേ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഡിറ്റക്ടറിൽ യാതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതായത് റെഡ് ലൈറ്റ് പൊട്ടാസ്യത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിജക്ട് ചെയ്തില്ല. പക്ഷെ അദ്ദേഹം കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഇന്റൻസ് ആയ റെഡ് ലൈറ്റ് ഉപയോഗിച്ചു, എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഇലക്ട്രോൺസും റിജക്ട് ചെയ്യപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹം യെല്ലോ ലൈറ്റ് ഉപയോഗിച്ചു, റെഡിനേക്കാളും കുറച്ചുകൂടി എനർജി കൂടിയ യെല്ലോ ലൈറ്റ് ഉപയോഗിച്ചു. ആ സമയം അദ്ദേഹം ഡിറ്റക്ടറിൽ ഒരു ഇലക്ട്രോണിന്റെ പ്രസൻസ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാ മെറ്റൽ പ്ലേറ്റിനും ഒരേ എനർജി അല്ല വേണ്ടത്, ഡിഫറന്റ് ഫ്രീക്വൻസിയിലുള്ള എനർജി ഉപയോഗിക്കുമ്പോഴാണ് ഓരോ മെറ്റൽ പ്ലേറ്റിൽ നിന്നും ഇലക്ട്രോണുകൾ റിജക്ട് ചെയ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റിൽ നിന്നും ഇലക്ട്രോണിനെ റിജക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ട മിനിമം എനർജിയെയാണ് ത്രഷോൾഡ് എനർജി, അല്ലെങ്കിൽ ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസിയെയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ, ദാറ്റ് ഈസ് കോൾഡ് ദ ത്രഷോൾഡ് എനർജി ഓർ ത്രഷോൾഡ് ഫ്രീക്വൻസി. അദ്ദേഹം 3 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ആണ് നടത്തിയത്. അതിലൊന്ന് ഈ പറയുന്ന ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തേത്, കൂടുതൽ ബ്രൈറ്റ് ആയ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിജക്ട് ചെയ്യപ്പെടുന്നതായി കണ്ടു. അതേസമയം നിങ്ങൾ വളരെ ഇന്റൻസ് ആയ ഒരു ലൈറ്റ് അപ്ലൈ ചെയ്തു, പക്ഷെ ആ ലൈറ്റിന്റെ എനർജി എന്ന് പറയുന്നത് ത്രഷോൾഡ് എനർജിക്കും താഴെയാണ് എങ്കിൽ അവിടെ യാതൊരു ഇലക്ട്രോണും റിജക്ട് ചെയ്യപ്പെടുന്നുമില്ല. മൂന്നാമത്തെ ഒബ്സർവേഷൻ, നിങ്ങൾ ഒരു ത്രഷോൾഡ് എനർജിക്ക് മുകളിലുള്ള ഒരു എനർജിയാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ, മെറ്റൽ പ്ലേറ്റിലുള്ള ഇലക്ട്രോണിനെ റിജക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ, ത്രഷോൾഡ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ആ ഇലക്ട്രോൺ റിജക്ട് ചെയ്യപ്പെടുകയും ത്രഷോൾഡ് എനർജിക്ക് ബാക്കിയുള്ള എനർജി ഉപയോഗിച്ച് അത് കൈനറ്റിക് എനർജിയായി ആ ഇലക്ട്രോണിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇത്രയും ഒബ്സർവേഷൻസ് ആണ്, ഈ 3 ഒബ്സർവേഷനാണ് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുന്നത്. എന്നാൽ ഇതിനൊരു കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ, കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൃത്യമായ എക്സ്പ്ലനേഷൻ നൽകാൻ ഹെർട്സിന് കഴിഞ്ഞില്ല. കാരണം അന്നും അദ്ദേഹം വിചാരിച്ചത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നാൽ വേവ് നേച്ചർ ഉള്ളതാണ്, അതായത് ഒരു വേവ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ളത്, അതിന് മറ്റ് പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതുപോലെ ഈ ഒബ്സർവേഷനെ വാലിഡേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഹെർട്സിന് കഴിഞ്ഞില്ല. 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന സയന്റിസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് കൃത്യമായ ഒരു സയന്റിഫിക് അടിത്തറ, ഒരു കൃത്യമായ എക്സ്പ്ലനേഷൻ നൽകിയത്. അദ്ദേഹം ചെയ്തത് ഹെർട്സിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും അതുപോലെ തന്നെ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറിയെയും യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ
ഒരു മാനം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് നൽകി. അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രോൺ റിമൂവ് ചെയ്യപ്പെട്ടു പോകുന്നു. അങ്ങനെ റിമൂവ് ചെയ്യപ്പെട്ടു പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസിയെ മാത്രമാണ്. മറിച്ച് എത്ര ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് എത്ര ഇന്റൻസിറ്റി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നൽകി എന്നുള്ളതിന് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? അതാണ് ഐൻസ്റ്റീൻ കണ്ടെത്തിയത്. ഐൻസ്റ്റീൻ അതിന്റെ കാരണമായി പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കോണ്ടൈസ്ഡ് ആയിട്ടാണ് ഇത് ഈ പറയുന്ന മെറ്റൽ പ്ലേറ്റിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഒരു ക്വാണ്ട എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു ക്വാണ്ട ഓഫ് എനർജിക്ക് h എന്ന് പറയുന്ന മാക്സ് പ്ലാങ്കിന്റെ ആ എനർജിക്ക് ആ ഇലക്ട്രോണിനെ റിജക്ട് ചെയ്യാനുള്ള ത്രഷോൾഡ് എനർജി ആദ്യം വേണം. അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ ഒരു ഒരു ഇലക്ട്രോണിനെ റിജക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു 10 ത്രഷോൾഡ് എനർജിയുള്ള 10 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 10 ഇലക്ട്രോണിനെ റിജക്ട് ചെയ്യുന്നു. അതായത് 10 പറയുമ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടി, ഒന്നിനേക്കാളും കൂടി അല്ലെ. അതേസമയം റിജക്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ എത്ര ക്വാണ്ട കൊടുത്തു എന്നുള്ളതല്ല, മറിച്ച് ഒരു ക്വാണ്ടയുടെ എനർജിയാണ്. ആ എന്ന് പറയുന്നത് കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ, ത്രഷോൾഡ് എനർജിയേക്കാളും കൂടുതൽ എനർജി ഈ പറയുന്ന ഉണ്ടെങ്കിൽ, എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഫ്രീക്വൻസി ആണെന്ന് ഓർക്കണം. ഈ ഉണ്ടെങ്കിൽ ആദ്യം അത് ഇലക്ട്രോൺ റിജക്ട് ചെയ്യുന്നു ത്രഷോൾഡ് എനർജി ഉപയോഗിച്ച്. ബാക്കി ഈ ബാക്കി എനർജി ഉപയോഗിച്ചുകൊണ്ട് അത് കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. അതായത് ആകെ എന്ന് പറയുന്നത് അതിന്റെ ത്രഷോൾഡ് എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ആയിരിക്കും. അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജിയും കൈനറ്റിക് എനർജിയും കൂടി കൂട്ടി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത എനർജി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു കൃത്യമായ എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന് നോബൽ പ്രൈസും ലഭിക്കുകയുണ്ടായി. ഇതാണ് മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാറ്ററുമായി റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് റേഡിയേഷന് വേവ് നേച്ചറിനേക്കാൾ അപ്പുറം പാർട്ടിക്കിൾ നേച്ചറാണ്, അല്ലെങ്കിൽ ഡ്യുവൽ നേച്ചർ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട് എന്നാണ്. ഇത്തരം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഡ്യുവൽ നേച്ചർ അത് ഓരോ സ്ഥലത്തും അതിന്റെ ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഡൈഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വേവ് നേച്ചറും, ഇത് പറഞ്ഞ പോലെ മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാർട്ടിക്കിൾ നേച്ചറും എടുത്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതാണ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതിന് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഇതുപോലെ കണ്ട മറ്റൊരു പ്രധാന ഒബ്സർവേഷനാണ് അറ്റോമിക് സ്പെക്ട്ര എന്നുള്ളത്. സ്പെക്ട്ര എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു റേഞ്ച് ഓഫ് എനർജിയാണ്. ഇവിടെ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രയും കാണുന്നുണ്ട്, എമിഷൻ സ്പെക്ട്രയും നമ്മൾ എന്താണെന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഒരു ശാസ്ത്ര ശാഖ തന്നെയാണ് ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഒരു മാറ്റർ എന്റെ കയ്യിലുണ്ട്. ആ മാറ്ററിലൂടെ ഞാനൊരു റേഡിയേഷൻ പാസ് ചെയ്തു. ആ റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് 1 മുതൽ 10 വരെ അതിന് എനർജി ഉണ്ട്. ഞാൻ അതിന്റെ യൂണിറ്റ് ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ അതിന് എനർജി ഉണ്ട്. ഈ മാറ്റർ ഇതിലെ 2 എനർജി മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ, 5ഉം 6ഉം. ബാക്കിയുള്ളതിനെ എമിറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം നമ്മൾ രേഖപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത മുഴുവൻ എനർജിയും എക്സ് ആക്സിസിൽ എടുക്കുന്നു, 1 മുതൽ 10 വരെ. അതിനുശേഷം നമ്മൾ നോക്കുകയാണ് 1 അബ്സോർബ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. അപ്പൊ ലൈൻ, ഇതൊരു ബ്ലാങ്ക് ലൈൻ. അല്ലെങ്കിൽ 2, 3, 4 അബ്സോർബ് ചെയ്തിട്ടില്ല, അവിടെയൊക്കെ തന്നെ ഒരു ബ്ലാങ്ക് ലൈൻ. 5 അബ്സോർബ് ചെയ്തിട്ടുണ്ട്, 6 അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പീക്ക് കാണാൻ കഴിയും. 6ലും നിങ്ങൾക്കൊരു പീക്ക് കാണാൻ കഴിയും. 7, 8, 9, 10 ഒന്നും തന്നെയില്ല. ഇതേ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. അതായത് 5ലും 6ലും മാത്രം ഓരോ ലൈൻ, ബാക്കിയുള്ളതെല്ലാം തന്നെ ഒന്നുമില്ല അബ്സോർപ്ഷൻ സ്പെക്ട്രയിൽ. കാരണം 5ഉം 6ഉം എനർജിയാണല്ലോ അത് അബ്സോർബ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങളൊരു എമിഷൻ സ്പെക്ട്രം എടുക്കുന്നതെങ്കിൽ വീണ്ടും ഇതേ പറയുന്ന 1 മുതൽ 10 വരെയുള്ള എനർജി എക്സ് ആക്സിസിൽ രേഖപ്പെടുത്തുന്നു. വൈ ആക്സിസിൽ എന്ന് പറയുന്ന സാധാരണ ഇന്റൻസിറ്റി ആണ് രേഖപ്പെടുത്താറുള്ളത്. ഇവിടെ
എമിഷൻ സ്പെക്ട്രയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും 1 എമിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലൈൻ, 2 എമിറ്റ് ചെയ്തിട്ടുണ്ട്, 3 എമിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ പീക്ക് അല്ലെങ്കിൽ ലൈൻ, ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിലൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ 5 മാറും ഇല്ല, ബാക്കിയുള്ളതെല്ലാം എമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഡേറ്റയും നമുക്ക് കിട്ടും. ഇതാണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇതിന് ലൈനിൽ റെപ്രസെന്റ് ചെയ്തതാണ് ലൈൻ എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. ഇങ്ങനെ അന്നത്തെ സയന്റിസ്റ്റുമാർ ഹൈഡ്രജനെ അവർ ആറ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലൊക്കെ അപ്ലൈ ചെയ്ത് ഹൈഡ്രജൻ മോളിക്യൂളിനെ ഹൈഡ്രജൻ ആറ്റം ആക്കിയപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം ചില റേഡിയേഷൻസ് എമിറ്റ് ചെയ്തതായി കണ്ടു. അവർക്ക് അതൊരു ലൈൻ സ്പെക്ട്ര ആയിട്ടാണ് കിട്ടിയത്. കുറെ ലൈനുകൾ അതിലുണ്ട്. അന്ന് അവർക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ ലൈനുകൾ വെച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ ഡാറ്റ വെച്ചുകൊണ്ട് ബാൾമർ എന്ന സയന്റിസ്റ്റ് 1885 ഒരു ഒബ്സർവേഷൻ നടത്തി. ഈ പറയുന്ന ലൈനുകളെ നിങ്ങൾക്കൊരു ഇക്വേഷനിൽ എഴുതാം. ഈ ലൈനുകളെല്ലാം തന്നെ ഓരോ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ലൈനുകളാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. ബാൾമർ ഈ പറയുന്ന സമയത്ത് ആറ്റത്തിന്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനോ ഇലക്ട്രോണിന്റെ എനർജി ഒന്നും തന്നെ അബ്സോർപ്ഷൻ, എമിഷൻ ഇതിനെ പറ്റിയിട്ടൊന്നും തന്നെ കൃത്യമായിട്ടുള്ള അറിവ് അന്നുണ്ടായിരുന്നില്ല. പക്ഷെ ബാൾമർ ഈ ലൈൻ വെച്ചിട്ട് പറഞ്ഞു, ഇതിലൊരു സെറ്റ് ഓഫ് ലൈൻസ്, കുറെ ലൈൻ ഉണ്ട്, അതിലൊരു സെറ്റ് ഓഫ് ലൈൻ എടുത്തിട്ട് ബാൾമർ പറഞ്ഞു ഇതിലെ ഈ ഒരു സെറ്റ് ഓഫ് ലൈൻസിന് നമുക്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഇക്വേഷൻ വഴി നമുക്ക് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞു. അത് ബാൾമർ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ലൈൻസിന്റെ റേഡിയേഷൻസ്, ആ എനർജി വരുന്നത് കൂടുതലും വിസിബിൾ ലൈറ്റിലാണ്. വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ബാൾമർ പറഞ്ഞിട്ടുള്ള ബാൾമറുടെ ഇക്വേഷൻ വഴി നമുക്ക് കിട്ടുന്നത്. റിഡ്ബർഗ് എന്നൊരു സയന്റിസ്റ്റ് ഇതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് അതിൽ കാണുന്ന ഏറെക്കുറെ കൂടുതൽ ലൈൻസിനെയും റെപ്രസെന്റ് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കി. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കി. ആ ജനറൽ ഇക്വേഷൻ വഴി അതിലെ കൂടുതൽ ലൈൻസിനെ ഈ പറയുന്ന ഇക്വേഷൻ വഴി നമുക്ക് എഴുതാമെന്ന് റിഡ്ബർഗും പറഞ്ഞു. റിഡ്ബർഗിന്റെ ഇക്വേഷൻ N1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 അങ്ങനെ പോകും. N2 എന്ന് വെച്ച് കഴിഞ്ഞാൽ N1 + 1, അതായത് 1 ആണ് N1 എങ്കിൽ 1 + 1 2 ആയിരിക്കും N2. അങ്ങനെ ഡിഫറൻസ് 1 വരുന്നതാണ് റിഡ്ബർഗിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും റിഡ്ബർഗ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഒരു സീരീസ് ഓഫ് റിഡ്ബർഗിന്റെ ഇക്വേഷൻ വെച്ച് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു സീരീസ് ഓഫ് എനർജി റേഞ്ച് നമുക്ക് ലഭിക്കും. അതിൽ UV റേഞ്ചിലുള്ള ലൈൻസും അതിലുണ്ട്. അതുപോലെ അതായത് രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിഫറൻസ്, എനർജി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് UV എനർജി കിട്ടും. അതുപോലെ വിസിബിൾ എനർജി കിട്ടും, ബാൾമറിന്റെ ലൈൻസ്. അതുപോലെ തന്നെ IR റേഞ്ചിലുള്ള എനർജി ലെവൽ ഡിഫറൻസുകൾ നമുക്ക് കണക്കാക്കാൻ കഴിയും. പക്ഷെ അന്നത്തെ കാലത്ത് അവർ ഈ സ്പെക്ട്ര, ഈ ഒരു ഡാറ്റ വെച്ച് മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയുമാണ്. ഈ ഒരു സമയത്താണ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവരുന്നത്. പക്ഷെ അതിലാവട്ടെ ഈ പറഞ്ഞ യാതൊരുവിധ എനർജി ടേമുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. റദർഫോർഡിനൊപ്പം തന്നെ കുറച്ചു കാലം വർക്ക് ചെയ്ത നീൽസ് ബോർ എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് റദർഫോർഡിന്റെ മോഡലിനെ ഒന്നുകൂടി കൃത്യമായി റിഫൈൻ ചെയ്ത് എനർജി ടേമുകൾ കൂടി ഉൾപ്പെടുത്തി ബോർസ് അറ്റോമിക് മോഡൽ എന്ന ഒരു പുതിയ ആറ്റം മോഡൽ കൊണ്ടുവന്നത്. ഈ ഒരു